തൃശൂരിൽ ബി.ജെ.പിയുടെ ഒരു യോഗത്തിൽ സുരേഷ് ഗോപി അവകാശപ്പെട്ടത് തൃശൂരിൽ 7 സീറ്റുകൾ ബി.ജെ.പി ജയിക്കുകയും അതോടൊപ്പം തന്നെ കേരളത്തിൽ 20-ലധികം സീറ്റുകൾ ബി.ജെ.പി നേടുമെന്നാണ് സുരേഷ് ഗോപിയുടെ അവകാശവാദം. അത് നടപ്പിലാകുമോ? ബി.ജെ.പിക്ക് ആ കരുത്ത് കേരളത്തിൽ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടോ? നോക്കൂ, ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഞങ്ങൾ ഫേസ് ചെയ്തിരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു നഗരസഭയെങ്കിലും ഭരിക്കാൻ സാധിക്കുമോ? കോട്ടയം നഗരസഭയിൽ നിങ്ങൾക്ക് ഒരു കോർപ്പറേഷനിൽ പ്രതിപക്ഷത്തെത്താൻ സാധിക്കും, നിങ്ങൾക്കൊരു 10 പഞ്ചായത്ത് തികച്ചു ഭരിക്കാൻ കിട്ടുമോ എന്നുള്ളതായിരുന്നു ഞങ്ങൾ ഫേസ് ചെയ്തിരുന്ന ഒരു ചോദ്യം. ഇന്ന് ആ ചോദ്യത്തിൽ നിന്നൊക്കെ മാറി ഞങ്ങൾക്ക് ഇന്നൊരു പാർലമെന്റ് സീറ്റ് തന്നെ ജയിക്കാൻ കഴിയും എന്നുള്ളൊരു സാഹചര്യം കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ വെക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഒന്ന്. രണ്ട് എന്ന് പറയുന്നത്, അതേ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തന്നെ 2 അക്ക സീറ്റുകളിലേക്ക്, 10-ലധികം സീറ്റുകളിലേക്ക്, 11 സീറ്റുകളിലേക്ക് കേരള നിയമസഭാ കണക്കിലാണെന്നുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. 9 സ്ഥലത്ത് ഞങ്ങൾ വളരെ ചെറിയ വ്യത്യാസത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. വീണ്ടും പല സ്ഥലങ്ങളിലും വളരെ ചെറിയ വ്യത്യാസത്തിൽ 3ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. 30-ലധികം മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് ജയിക്കുവാൻ വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ സാഹചര്യങ്ങളും സാധ്യതകളും നിലനിൽക്കുകയാണ്. അപ്പോൾ പിന്നെ 20 സീറ്റ് ജയിക്കും എന്നുള്ളത് ഞങ്ങൾ സുരേഷ് ഏട്ടൻ അങ്ങനെ പറഞ്ഞത് എങ്ങനെയാണ് വെറും ഒരു അവകാശവാദം മാത്രമായിട്ട് മാറുന്നത്? തീർച്ചയായിട്ടും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അത് ജയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും, അത് യാതൊരു സംശയമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴും നാം കണ്ടിട്ടുണ്ട്, ബി.ജെ.പിക്ക് വലിയ രീതിയിൽ വിജയപ്രതീക്ഷ ഉണ്ടാകുമ്പോൾ ക്രോസ് വോട്ടുകൾ നടക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതെങ്ങനെ തരണം ചെയ്യാൻ കഴിയും? അതിന് ഉദാഹരണങ്ങൾ ഇപ്പോൾ നേമത്ത് തന്നെ നാം 2011 കണ്ടിട്ടുണ്ട്, ഇപ്പോൾ 2021 അത് കണ്ട്. അതിന് 2016 മാത്രമാണ് ഇതിലൊരു വ്യത്യാസം ഉണ്ടായത്. അതിനെല്ലാം എങ്ങനെ തരണം ചെയ്യാൻ കഴിയും? തൃശ്ശൂരിൽ നമ്മൾ അതിനെ മറികടന്നില്ലേ? നമുക്കൊരു പാർലമെന്റ് സീറ്റിനകത്ത് അത്തരത്തിലൊരു ക്രോസ് വോട്ടിംഗ് സംവിധാനം ഉണ്ടായതിനെ മറികടന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത്ര നിസ്സാരമാണെന്നോ അത്ര എളുപ്പം മറികടക്കാൻ സാധിക്കുമെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ പറയുന്നത് ആ വിജയം അവർ ഈ 2 മുന്നണികളും വിചാരിച്ചിരുന്നില്ല. ഒരു അത്ഭുതമായ ഒരു സംഭവം നടന്നു, അല്ലെങ്കിൽ ഒരു ക്രോസ് വോട്ടിംഗ് അവിടെ ഉണ്ടാകുമെന്ന് പലരും പറയില്ല. അതെ, അതിലേക്കാണ് ഞാൻ വരുന്നത്. അത് സാധ്യമാണ് എന്നുള്ള കാര്യം തെളിഞ്ഞില്ലേ? ഇപ്പോൾ 2016 ഈ പറയുന്ന പോലത്തെ ക്രോസ് വോട്ടിംഗ് അവിടെ വലിയ രീതിയിൽ നടക്കുന്ന സമയത്തും അതിനെ മറികടക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചല്ലോ. 2021 നിസ്സാര വോട്ടുകൾക്കാണ് നേമത്ത് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുപോലെ തന്നെ 2011 നിസ്സാര വോട്ടുകൾക്കാണ് നഷ്ടപ്പെടുന്നത്. ഇത് കേരളത്തിൽ കാലാകാലങ്ങളായിട്ട് സംഭവിക്കുന്നുണ്ട്. ഇത് സംഭവിക്കില്ല എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ നമുക്കത് ചെയ്യാൻ സാധിക്കും, മറികടക്കുവാൻ സാധിക്കും എന്നുള്ളത് ഒന്നിലധികം തവണ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ നമുക്ക് തെളിയിക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ പൊതുജനങ്ങൾക്കും അതിനെക്കുറിച്ചിട്ട് ബോധ്യമുണ്ട്. ഇപ്പോൾ ഈ വോട്ട് എന്ന് പറയുന്നത് AKG സെന്ററിൽ നിന്ന് ഇന്ദിരാ ഭവനിൽ നിന്നും കൊണ്ടുവന്നിട്ട് നമുക്ക് മാറ്റി അങ്ങോട്ട് ചെയ്യാം ഇങ്ങോട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നതല്ലല്ലോ എല്ലാ വോട്ടും. കുറേയൊക്കെ അവർക്ക് അത്തരത്തിലുള്ള ന്യൂനപക്ഷ വോട്ടുകൾ, കേഡർ വോട്ടുകളെ അവർക്ക് അത്തരത്തിൽ ക്രോസ് വോട്ടിങ്ങിന് വേണ്ടിയിട്ട് സാധിക്കും. പക്ഷെ പൊതുജനങ്ങളുടെ ഒരു വോട്ടുണ്ടല്ലോ, ഇവിടെ ഇത്തരത്തിലൊരു നാടകം നടക്കുന്നുണ്ട് എന്ന് നമ്മൾ കാലാകാലങ്ങളായി പറയുന്ന സമയത്ത് അവർക്ക് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പൊതുജനങ്ങൾക്ക് ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഡ്രാമ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം തൃശ്ശൂരിൽ അവർക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ പറഞ്ഞിട്ട് പോലും പല വോട്ടുകളും സുരേഷ് ഗോപിയിലേക്ക് അല്ലെങ്കിൽ ബി.ജെ.പിയിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. തിരുവനന്തപുരത്ത് വളരെ ചെറിയ ഒരു മാർജിനിൽ നമുക്കത് വീണു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആറ്റിങ്ങലിലും അതുപോലെ തന്നെ വളരെ ചെറിയൊരു മാർജിനിൽ. പക്ഷെ അപ്പോഴും നമ്മൾ ഇവിടെയും പല അസംബ്ലി മണ്ഡലങ്ങളിലും വലിയ രീതിയിൽ നമ്മൾ 1ാം സ്ഥാനത്തേക്ക് വരുന്ന സാഹചര്യം ഈ 2 പാർലമെന്റ് മണ്ഡലങ്ങളിലായിട്ട് തന്നെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടാണ്. നമുക്കതിനെ മറികടക്കാൻ സാധിക്കും, മറികടക്കാൻ സാധിക്കായികയൊന്നുമില്ല. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം, കൃത്യമായിട്ട് ജനങ്ങളെ ആ വിഷയം ബോധിപ്പിക്കൽ, അവർക്കത് മനസ്സിലാകുന്നത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ചേലക്കര മറിച്ചു നോക്കിയാൽ, ചേലക്കര ഒഴിവാക്കിയാൽ ബാക്കി പാലക്കാടായാലും നിലമ്പൂരായാലും ബി.ജെ.പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലല്ലോ. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഇത്രയും വലിയ ഒരു സീറ്റിലേക്ക് എങ്ങനെ ബി.ജെ.പിക്ക് ലക്ഷ്യമിടാൻ കഴിയും? നോക്കൂ, ഉപതെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് എപ്പോഴും പ്രാദേശികമായിട്ടുള്ള പല വിഷയങ്ങളും ചർച്ചയിൽ വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. മാത്രമല്ല, ഒരു ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഭരണമുന്നണിക്കെതിരായിട്ടുള്ള വികാരം എന്ന് പറയുന്നത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ ആ മുന്നണി ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളതാണ് പലപ്പോഴും വോട്ടർമാർ ആഗ്രഹിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണോ അവർക്ക് വോട്ട് നൽകുക എന്നുള്ളതിലേക്ക് പലപ്പോഴും ഒരു ജനങ്ങളുടെ ഒരു ചിന്താഗതി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഒരു ജനറൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന സമയത്ത്, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത്തരത്തിലേക്കുള്ള ഒരു ചിന്തകളിലേക്ക് മാത്രമായിട്ട് അവർ ചുരുങ്ങില്ല എന്ന് തന്നെയാണ് നമ്മുടെ പഠനങ്ങളും നമ്മളെ ഒരു പൊളിറ്റിക്കൽ കാഴ്ചപ്പാടില്ലാത്ത നമുക്കത് മനസ്സിലാകുന്നത്. ഉപതെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ അത് സംഭവിക്കും. അതിനകത്ത് അത് പർട്ടിക്കുലർലി ആ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളിൽ അത് ഊന്നി നിൽക്കുന്നത് കൊണ്ടാണ്.
ഈ BJP വിട്ടൊരു നേതാവുണ്ടല്ലോ, ആ നേതാവ് ഉൾപ്പെടെ അവകാശപ്പെടുന്നത് ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ BJP CPM സഖ്യമായി ആ രീതിയിൽ ഒരു രഹസ്യ അജണ്ടയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചില വാക്ക് CJP എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അങ്ങനെയാണെങ്കിൽ ഈ വലിയൊരു സംഖ്യയിലേക്ക് എത്താൻ കഴിയില്ലല്ലോ. അല്ല, അതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, അത് ഈ രണ്ട് മുന്നണികളും തമ്മിൽ ഇപ്പോൾ ഒരു വലിയ മത്സരം നടക്കുന്നത് പ്രധാനമായിട്ട് മുസ്ലിം വോട്ടുകൾ എങ്ങോട്ടേക്ക് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവരുടെ ജയപരാജയങ്ങളിൽ നിൽക്കുന്നത്. മുസ്ലിം വോട്ട് ഇടതുപക്ഷത്താണ് കഴിഞ്ഞ 2016 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് ഇടതുപക്ഷത്തിന് വലിയ വിജയത്തിലേക്ക് പോകാൻ സാധിച്ചത്. നേരെ മറിച്ച് അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വരുമ്പോഴേക്ക് അത് UDFന്റെ ഒപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. ഇപ്പോൾ 2026 എത്തുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നിലമ്പൂരിലായിരുന്നാലും ശരി തന്നെയാണ്, പാലക്കാടായിരുന്നാലും ശരി തന്നെയാണ്, ചേലക്കരയിൽ ഒരു പരിധി വരെ മുസ്ലിം വോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ട് UDFലേക്ക് എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് എല്ലാ പൊളിറ്റിക്കൽ വിശാരദന്മാരും പറയുന്നത്. അല്ല, ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ആ ഒരു വിഷയം ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. അപ്പോൾ BJP ചൂണ്ടിക്കാണിച്ചിട്ട് BJPയുമായി സഖ്യത്തിലുണ്ടാകുന്നത് അവരാണ് കോലീബി സഖ്യം ഉണ്ടാക്കുന്നതെന്ന് CPM പറയും. അല്ല, ഇവർ CJP സഖ്യം ഉണ്ടാക്കുകയാണ് എന്നുള്ള കാര്യം കോൺഗ്രസ്സുകാർ പറയും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ രണ്ട് ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആരോപണം ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുന്നണിയെ, അതായത് എതിർ മുന്നണിയെ മുസ്ലിം വോട്ടിന് ശത്രുപാളയത്തിലേക്ക് കൊണ്ടു നിർത്തുവാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു പ്രോസസ്സാണ്. ഞാൻ അതിനെ അങ്ങനെ മാത്രമേ കാണാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ല, അതാണ് അപ്പോഴേക്കും ഈ SDP അടക്കമുള്ളവരുടെ പിന്തുണ അവർ നേടുന്നുണ്ട്. അല്ല, SDP അടക്കമുള്ളവരുടെ പിന്തുണ ഇപ്പം താങ്കൾ ശ്രീത്ത് കുറച്ചു നേരത്തെ ചോദിച്ച ക്രോസ് വോട്ടിംഗ് ഉണ്ടല്ലോ, ഈ ക്രോസ് വോട്ടിങ്ങിന്റെ ഒരു പാറ്റേൺ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മഞ്ചേശ്വരത്ത് SDP സ്ഥാനാർത്ഥി ഉണ്ടാവില്ല, നേമത്ത് SDP സ്ഥാനാർത്ഥി ഉണ്ടാവില്ല. അപ്പം തീർച്ചയായിട്ടും ഇവിടെയല്ല, ഇപ്പോൾ മഞ്ചേശ്വരത്തിൽ ചിലപ്പോൾ ഒരു UDFനായിരിക്കും വോട്ട് ചെയ്യുന്നത്, ഇവിടെ വരുന്ന സമയത്ത് അവർ LDFനായിരിക്കും വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന തീവ്രവാദ കക്ഷികളുമായിട്ട് PDP ഉൾപ്പെടെയുള്ള ജമാഅത്തെ ഇസ്ലാമിയുള്ള ഇവർ തരാതരം പോലെയാണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി നിലവിൽ UDFനാണ് പിന്തുണ കൊടുത്ത് നിൽക്കുന്നത്, അവരുടെ സഖ്യകക്ഷി പോലെ പ്രവർത്തിക്കുകയാണ്. പക്ഷെ നിങ്ങൾ നോക്കിക്കോളൂ, നേമത്ത് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമി ആരുടെ കൂടെ ആയിരിക്കും നിൽക്കുന്നതെന്ന്? 139 മണ്ഡലത്തിൽ UDFന്റെ കൂടെ നിന്നാൽ ഈ ഒരൊറ്റ മണ്ഡലത്തിൽ അവർ നിൽക്കാൻ പോകുന്നത് CPMന്റെ കൂടെ ആയിരിക്കും. അപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമി നല്ല ഇസ്ലാമി ആയിരിക്കും. അപ്പോൾ ഈ പറയുന്നതൊന്നും പറയില്ല. ഈ ഒരു എന്താ പറയുന്നത്, രാഷ്ട്രീയമായിട്ടുള്ള പാപ്പരത്വം ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് അവർ കാണിക്കുന്നുണ്ട്. അവർ കാണിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, അവർക്ക് ഈ പറയുന്ന മുസ്ലിം വോട്ട് അവർക്ക് ലഭിച്ചാൽ മാത്രമേ അവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭരണത്തിലേക്ക് വരാൻ പറ്റുന്ന രണ്ട് മുന്നണികൾക്ക് പറയും. അതിൻ്റെ ഇത്രയും ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ശരിയല്ല, ഈ രണ്ട് മുന്നണികളാണ് ഇത്തരം കൂട്ടുകെട്ടിലേക്ക് പോകുന്നതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ BJP എവിടെയെങ്കിലും പരാജയപ്പെടുന്നുണ്ടോ? നോക്കൂ, ഈ കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ തന്നെയും എനിക്ക് തോന്നുന്നു ഒരാഴ്ചയോളം ചാനലുകളിലെ ചർച്ച മുഴുവനും ജമാഅത്തെ ഇസ്ലാമി PDP വിഷയമായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി UDFനൊപ്പം പോകുന്നു, PDP ഇടതുപക്ഷത്തിനൊപ്പം പോകുന്നു. എനിക്കൊന്ന് മാതൃഭൂമി കാർട്ടൂൺ, ഗോപികൃഷ്ണൻ കാർട്ടൂൺ വരെ വരച്ചു. ഒരു സ്ഥലത്തുനിന്ന് VD സതീശൻ ജമാഅത്തെ ഇസ്ലാമിക്ക് വൈറ്റ് വാഷ് അടിക്കുമ്പോൾ MV ഗോവിന്ദൻ ഇപ്പുറത്ത് PDPക്ക് വൈറ്റ് വാഷ് അടിച്ചു കൊടുക്കുന്ന ഒരു കാർട്ടൂൺ വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു കാർട്ടൂണാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ കേരളം ചർച്ച ചെയ്യുന്നത് കൊണ്ട് തന്നെയാണല്ലോ അത്തരത്തിലേക്ക് മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ചകൾക്ക് എടുക്കുന്നതും അത്തരത്തിലുള്ള കാരിക്കേച്ചറുകൾ ഉൾപ്പെടെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നേരത്തെ തിരിച്ച് സുരേഷ് ഗോപിയിലേക്ക് തന്നെ വരികയാണെങ്കിൽ, ഈ നിലമ്പൂരിൽ 3000-ലധികം പുതിയ വോട്ടുകളാണ് ചേർത്തിട്ടുള്ളത്. ഈ BJP MP നേടിയിട്ട് ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിൽ വരികയാണ്. അപ്പോൾ വലിയൊരു 10,000-ലധികം വോട്ടിൻ്റെ എങ്കിലും പ്രതീക്ഷ വേണ്ടേ? അല്ല, ഞാനത് പറഞ്ഞല്ലോ, അതൊരു ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉപതെരഞ്ഞെടുപ്പിനകത്ത് ഈ പറയുന്ന ഭരിക്കുന്ന മുന്നണി, ആ മുന്നണിക്കെതിരായിട്ടുള്ള ഒരു വികാരമാണ് അവിടെ നിൽക്കുന്നത്. അവിടെ BJPക്ക് ഒരു ജയസാധ്യതയൊന്നും ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഇപ്പം നമ്മളിപ്പോൾ എത്രയൊക്കെ ജയിക്കുമെന്ന് പറഞ്ഞാലും നിലമ്പൂരിൽ തൊട്ട് മുമ്പുള്ള വോട്ടിൻ്റെയൊക്കെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ, അവിടുത്തെ ഡെമോഗ്രഫിയുടെ സാഹചര്യം നോക്കുമ്പോൾ അതൊരു ജയത്തിലേക്ക് പോകില്ല എന്നുള്ളതിനെ ജനങ്ങൾക്കൊരു ബോധ്യമുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് അവരൊരു ജയിക്കുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യാമെന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് പോകും. അത് സ്വാഭാവികമാണ്. ഈ നിയമസഭയ്ക്ക് മുമ്പ് വരുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ്. അതിലെങ്ങനെയാണ് BJPയുടെ പ്രതീക്ഷ? അല്ല, BJP വലിയ മുന്നൊരുക്കങ്ങൾ അതിന് വേണ്ടിയിട്ട് നടത്തുന്നുണ്ട്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം കോർപ്പറേഷൻ ആയാലും തൃശ്ശൂർ കോർപ്പറേഷൻ ആയിരുന്നാലും ശരി തന്നെയാണ്. മറ്റ് കോർപ്പറേഷനുകൾ ഇപ്പോൾ എറണാകുളവും കൊല്ലവും ഒക്കെ തന്നെ നമ്മൾ വളരെയധികം ഫോക്കസോടുകൂടി തന്നെയാണ് നമ്മൾ അതിനകത്ത് നോക്കുന്നത്. തീർച്ചയായിട്ടും വലിയ മുന്നേറ്റം BJPക്ക് ഈ പറയുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിലുണ്ടാകും. അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം പുതിയ ഒരു സംസ്ഥാന ടീമിൻ്റെ കീഴിൽ അത് വളരെ ഭംഗിയായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും വലിയ അത്ഭുതങ്ങൾ അവിടെ പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.